ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളെ യാത്ര കുടജാത്രിയിലേക്കാണ്. അപ്പോൾ ഡേ 2 കുടജാത്രിയിലേക്കുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ പോവും. കുടജാത്രയ്ക്ക് പോവാണമ്മേ. അതിൻ്റെ മേക്കപ്പാണത്. അതെ, ഞങ്ങൾ കുടജാത്രയ്ക്ക് പോകാൻ പോവാൻ കഴിച്ചു. അഭിയൊന്നുമില്ല, കാരണം ഓർക്കുന്ന ഡാൻസ് ഉണ്ടായതുകൊണ്ട് ക്ഷീണിക്കുന്ന പറഞ്ഞിട്ട് ഒരു വന്നില്ല. ഇന്നലാണെങ്കിൽ ഞങ്ങൾക്ക് വരെ പോകാനും കഴിഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് പോകാൻ വിചാരിച്ചു. പോയിട്ട് വരാം. വെറും വയറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പി, ബ്രൂ കോഫി കുടിച്ചിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബില്ല് ചെയ്യാതെ ഇതിനെ ഇവിടെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കാപ്പി പിടിച്ചിട്ട് പിന്നെ യാത്ര. അല്ല, പോവാൻ നന്നായി. ഇവർക്ക് ഇന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ കുറച്ച് പണിയാണ്. കോട്ടല്ലല്ലോ, കാളയായൊരു മാനന്തോ കാള തോന്നുന്നു. ഇവിടെ നിന്ന് നമ്മൾ ജീപ്പ് പിടിച്ചിട്ടാണ് കുടജാത്രയ്ക്ക് പോകുന്നത്. കണ്ടോ ജീപ്പുകൾ ഇങ്ങനെ പോകുന്നത്. തണുപ്പ് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അബീൻ്റെ ഒരു ഷാള് ഞാൻ തൽക്കാലം കൈ പിടിച്ചിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെവി മൂടി കെട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലിരുന്നത് ഗൈസ്. ആദ്യം ഞങ്ങൾ പോകുന്ന വഴിക്ക് നോർമലായിട്ട് രണ്ട് സൈഡ് കാട് പോലായിട്ട് ഇങ്ങനെ നോർമലായിട്ടുള്ള റോഡ് കൂടെ ഇരുന്ന് ആദ്യം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്തോറും എന്താ പറയുക, കുറച്ച് കുണ്ടും കുഴി ഇതായിട്ടുള്ള റോഡൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ 6:30 ദിനാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ എല്ലാവരും ഭയങ്കര തണുപ്പായിട്ട് കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുടജാത്രയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നേരം വണ്ടിയിലിരിക്കണം പറഞ്ഞപ്പോൾ ഇത്രയും നേരം ഇരിക്കണം വിചാരിച്ചില്ല. എന്നാലും ബോറിംഗ് ഒന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ രണ്ട് സൈഡും പച്ചപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ പിന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഉള്ളൂ പിന്നെ ട്രക്കിംഗ് ഉണ്ടാവുക. കൗണ്ടറിൽ 2-3 ആൾക്കാരെ ഫോൺ നമ്പറും പേരും അഡ്രസ്സൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളെ ജേണി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അടിപൊളി ട്രക്കിങ് എന്ന് പറഞ്ഞ സംഭവമുള്ള റോഡ്. പ്ലേ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുണ്ടും കുഴിയും. നമ്മൾ ജീപ്പിന് തല കുത്തനെ നിൽക്കുന്ന ഐറ്റം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കും എന്താ പറയുക, ആദ്യമായിട്ട് പോകുന്നവർക്കൊരു ഭയങ്കര ഒരു അഡ്വഞ്ചറായിരിക്കും. പിന്നെ പറയാനുള്ളത്, നമുക്ക് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. കാരണം കൂടെ ഉള്ള ആൾക്കാർ ചിലപ്പം നമ്മളെ ഫാമിലി മൊത്തം ആവില്ല. കുറച്ച് ആൾക്കാർ ഒരു ജീപ്പിൽ, കുറച്ച് ആൾക്കാർ ഒരു ജീപ്പിൽ, അങ്ങനെ ഇരിക്കും. പക്ഷെ നമുക്കതൊക്കെ ഒരു അനുഭവം തന്നെ ആയിരിക്കും. അറിയാത്ത ഏതൊക്കെയോ ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടാൻ കഴിയും. അവരുടെ കൂടെ ട്രക്കിങ്ങിന് പോകാൻ കഴിയും. ഇനി കുടജാത്രയിൽ പോകാൻ ആഗ്രഹിക്കുന്നതോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, കഴിയുന്നതും നേരത്തെ പോകാൻ നോക്കുക. അതാവുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ചൂടും പുക എടുത്തിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പോകട്ടെ, നേരം വൈകിയാലും കുഴപ്പമില്ല. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അവിടേക്ക് പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറാൻ കഴിയില്ല. അതിനുശേഷം ട്രക്കിങ്ങിന് അങ്ങനെ ആരെയും അങ്ങോട്ട് കയറ്റില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു നമ്മൾ റിട്ടേൺ വരുമ്പം പിന്നെ ഇരുടാവും. ഈ 2 മണി 2:30 ആണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞ് പിന്നെ പോയി ഇറങ്ങുമ്പോഴത്തേനും വൈകുന്നേരം ആവും. അപ്പോൾ ഇരുടത്ത് നമ്മൾ പോയിട്ട് ഒന്നും കാണാനില്ല. പിന്നെ റിസ്ക്കാണ്, അതിലേക്കുള്ള വഴി കുറച്ച് റിസ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ മലയുടെ ഉച്ചിയിലെത്തി ഗൈസ്. അമ്മയ്ക്കൊക്കെ ഇപ്പോഴേ വോമിറ്റിങ്ങിൻ്റെ ഒരു അസ്കിതി തുടങ്ങി. അമ്മയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര വോമിറ്റിങ്ങിൻ്റെ തകരാറാണ്. എന്നാലും
ഈ ഒരു ഏജിലെങ്കിലും നമുക്കിവിടെ വരാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ്. എനിക്ക് ഇപ്പോൾ ഈ 28 വയസ്സായി. ഈ 28 വയസ്സിലാണ് മൂകാംബികയിലേക്ക് വരാനും കുടജാദ്രിയിലേക്ക് വരാനും ഒരു യോഗം ഉണ്ടായി. പക്ഷെ എൻ്റെ മോന് വെറും 4.5 വയസ്സായിട്ടുള്ളൂ. പക്ഷെ മോന് ഈ ഒരു ഏജിൽ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗ്യം ചെയ്തിരിക്കുന്നു. പിന്നെ അല്ലുവിനെ പറ്റി പറയാനാണെങ്കിൽ ഈ കയറ്റം ഇറക്കമൊക്കെ അത്രയും സിമ്പിളായിട്ട് പുഷ്പം പോലെ കയറി ഇറങ്ങിയത് ഓനെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നു പകുതിക്ക് എത്തിക്കാൻ ഞാൻ ഓനെ എടുക്കേണ്ടി വരും. അതൊക്കെ ലേശം ഇരുന്നിട്ടൊക്കെ പോവും. 5 മിനിറ്റായിട്ട് അവൾ കയറാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അതിരുതാണ് അവസ്ഥ. കവറാൻ പിടിക്കുന്ന ഗൈസ്, ഇതാണ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വഴിയാണ്. കാണുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയും കയറാൻ. പക്ഷേ 4-5 അടി നടന്നപ്പോത്തിനും കിളി പാറീണ്. അമ്മയ്ക്കൊക്കെ കാലുവേനുള്ള എന്താവും എന്തോ. ഹലോ, അമ്മ വരാ, നിങ്ങൾ പോവും. വെയിലുണ്ട്, പക്ഷെ ഒരു ടയേർഡാവുന്ന വെയിലല്ല. എന്താ പറയുക, ഒരു തണുപ്പൊക്കെ ഉള്ള തണുത്ത കാറ്റുള്ള വെയിലാണ്. വളരെ സുഖിച്ച് പോവാം. കിതപ്പാണ് സഹിക്കാൻ. എൻ്റെ കിതച്ച് ചാവണേ. പിത്തത്തടി കിളകാൻ ശ്രമിച്ചാലുണ്ടെങ്കിൽ പോവാൻ നല്ല ഇളകി നടന്നു. കാഴ്ച കാണിച്ചു തരാം. ഒരു വയസ്സായ അമ്മ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ഒരു ഏജിൽ ഇങ്ങനെ വരാൻ കഴിയുന്നത്. അമ്മ ടയേർഡായി മൂലക്കലായി. അമ്മൻ്റെ പ്രായമല്ല, അമ്മനെ കാര്യം പ്രായമല്ല. ആൾക്കാർ ഞാൻ അവിടെ വന്നത് കാണുമ്പോൾ ഒരു അതിശയം തന്നെ. ഇവിടെ ഇച്ചിരൊക്കെ ഡാം ഷോ നമ്മളെപ്പോലുള്ള കുട്ടിക്കൊന്നും വരാൻ കഴിയില്ലല്ലോ. അമ്മ അങ്ങനെ ക്വിറ്റ് ചെയ്തു ഗൈസ്. അമ്മയ്ക്ക് തല മിന്നുന്നു. എന്നാലും ഞാൻ വരെ സമ്മതിച്ചു. ഞങ്ങൾ വിളിന്നോ, ഞാൻ പോട്ടെ. ഓക്കെ ബൈ. അല്ലും നിതിനും മേലെത്തി ഗൈസ്. ഇനി ഞാൻ അങ്ങോട്ട് കയറി ചേരണം. ഞാൻ അമ്മേൻ്റെ കൂടെ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് കയറാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ അതൊരു അമ്മയ്ക്ക് തലചുറ്റൽ വന്നു. എനിക്ക് വയ്യായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇനി ഈ വഴിയും കൂടി കയറിയാൽ മതി എന്ന് വിചാരിക്കുന്നു. അതാ അല്ലു നിതിനും അവിടെ എത്തിയാണ്. ഈ വഴിയും കൂടി കയറിയാൽ മതി വിചാരിക്കുന്നു. ഒരു ഇടുക്ക പോലത്തെ വഴി. പിന്നെ എന്താ റിട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചരലാണ്, നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. നല്ല വ്യൂ ആണ്. അങ്ങനെ കയറാം. കുറേ കാലത്തിന് ശേഷം ഒന്നിങ്ങനെ ഓഫ് റോഡൊക്കെ വരുമ്പോൾ നമുക്ക് തടിയൊക്കെ വല്ലാണ്ട് വേദനിക്കും. ആ ഒരു സിറ്റുവേഷൻ കൂടി ഞാൻ പോണേ. പക്ഷെ ഇതിൻ്റെ വേദനയൊക്കെ നാളെയാണ് അറിയുക. അബിയും അശ്വതിയൊന്നും വരാത്ത നന്നായിരിക്കുന്നു. അവർക്ക് ഇന്ന് ഡാൻസ് പ്രോഗ്രാമുള്ള. അവർക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാന്നുള്ളതിലാണ്. ഈ ഒരു ഏജിൽ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വരാൻ എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഞാനൊന്നും വരലുണ്ടാവില്ല. ഓ മൈ ഗോഡ്, ഇതെന്താണിത്? ഓ, ഇതിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ എനിക്ക് കയറുന്നത്? ശരാ, ഇതിലേ പോകാൻ കഴിച്ചാൽ ഇവിടെ തെമ്പല്ലേ. അപ്പം അതിനുള്ളിലേക്ക് വീട് പോയാൽ കഴിഞ്ഞ
ഈ മഴ ടൈമൊക്കെ അല്ലേ വരുന്ന കുറച്ച് റിസ്ക്കാന്ന് തോന്നുന്നു. വരുന്നവരുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഞാനാണെങ്കിൽ വരില്ല, എനിക്ക് പേടിയോ. എന്താ പൊന്നെ, അയ്യോ അങ്ങോട്ട് നോക്കാൻ തന്നെ തോന്നില്ലേ, പേടിയാണേ. ഞാൻ താഴത്തോട്ട് പോയാലോ ടീച്ചറാ? അയ്യോ എനിക്ക് പേടിയാണ്. അയ്യോ അമ്മേ നോക്കാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കണമെങ്കിൽ പേടിയാണ്. ഞാൻ വിചാരിച്ചില്ല എനിക്കിവിടെ വരെ നടന്നെത്താൻ കഴിയും. ഞാൻ വിചാരിച്ചില്ല എനിക്കിവിടെ വരെ നടന്നെത്താൻ കഴിയും. അവിടെ വെള്ളം കുടിച്ച് തെറ്റാവുന്നത്. കയറി ഇവിടെ എത്തിപ്പോ ഇത്തിരിയോട് വിചാരിച്ച് കയറിയത്. എനിക്ക് അമ്മേൻ്റെ കൂടെ അവിടെ ഇരുന്നാൽ മതി തോന്നിപ്പോയി. അത്ര കിതക്കുന്നുണ്ട്. കേപ്പൊക്കെ എടുത്തിട്ട് ഒരു വെയിലിന് പ്രത്യേക ചൂട് കൂടിയ മഴയുണ്ട്. ഈശ്വര ഇത് കയറും തോറും കൂടാണല്ലോ ഗൈസ്, ഈ സഹിക്കാൻ കഴിയില്ല. നോക്കൂ എത്രയുണ്ട് എൻ്റെ പൊന്നോ. ഈ ഒരു ഗ്യാപ്പ് എന്നാണ്. അങ്ങനെ ഞങ്ങൾ എത്താനായി. ഇതുവരെ നടന്നതിനൊരു കാര്യം കാണണമെന്ന് ഈ ഒരു പോയിന്റ് കാണുമ്പോൾ മനസ്സിലാവും. ഈ സ്വെറ്റും കിതപ്പൊക്കെ അവിടെ ഇല്ലാതായി പോയി ഗൈസ്. ഞാൻ അപ്പോൾ അവിടെ ഇരിക്കുകയാണെന്നാണ് എനിക്കിത് കാണാൻ കഴിയുന്നു. എത്തി ഗൈസ്, എത്തി സന്തോഷത്തിലാണ്. അങ്ങനെ സർവജ്ഞപീഠം കണ്ടു, ഇരുന്ന് തൊഴുതു, ഹാപ്പി. അങ്ങനെ സർവജ്ഞപീഠം കണ്ടു, ഇരുതു. അങ്ങനെ ഞാനും മോനും ഇവിടെ എത്തി കഴിച്ചു. എൻ്റെ കുട്ടി ഞാൻ നടന്ന് കേറിയില്ല. ഈ വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്നുണ്ട് വീഡിയോ. അമ്മയും പപ്പയും എവിടേക്കാ എന്നെ കൊണ്ടുപോകണേന്ന് ഇഷ്ടപ്പെട്ടോ? കുറേ നേരമായിട്ട് എന്നെ ഞാനോർത്ത് ഇവിടെ എത്തി. ഞാനിവിടെ എത്തിയതിന് ശേഷം കുറേ നേരം ഇവിടെ ഇരുന്ന് അതിനുശേഷം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ പകർത്തി. ഹാപ്പി എന്നാൽ അത്രയ്ക്ക് ഹാപ്പി. ഇത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ട് നമ്മളിത് കാണുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും. സർവജ്ഞപീഠത്തിലെത്തി ഒന്ന് തൊഴാൻ പറ്റി, ഒരു ഭാഗ്യമാണതൊക്കെ. നമ്മളെത്ര വിചാരിച്ചാലും ചില സമയത്ത് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റില്ല, പക്ഷേ ഒരു നിയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തും, തൊഴാൻ പറ്റും. വിചാരിക്കാതെ വന്നതാണ്, വിളിച്ചു വരുത്തിയ മാതിരിയാണ് ഞാനവിടെ എത്തിയത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എൻ്റെ മോനും കൂടി കഥയും പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു മഞ്ഞാണ്, കാറ്റുണ്ട്, ചെറിയ തണുപ്പുണ്ട്, പക്ഷെ വെയിലുണ്ട്. നമ്മൾ വെയിൽ കൊള്ളുന്ന അറിയൂല, പക്ഷെ നമ്മളറിയും. അയ്യോ ഇതെന്താ. അങ്ങനെ നമ്മൾ കയറിയ പോലെ തന്നെ താഴത്തേക്ക് തിരിച്ചിറങ്ങണം. പിന്നെ അവിടുന്ന് ജീപ്പ് വഴി നമുക്ക് നമ്മുടെ ലോഡ്ജിലേക്ക് പോവാം. പക്ഷേ
ഇറങ്ങണത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം കയറുന്ന കുത്തനെ പോലെ ഇറക്കം തന്നെയായിരുന്നു. ഭയങ്കര വഴി ഇതൊക്കെ ഇങ്ങനെ ചവിട്ടി ചരലും തേഞ്ഞ് ഒട്ടിച്ച് വരികയാണ്. തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ കോലാണ് ഗൈസ്. ബംഗാളി ബാബു കൊട്ടാരം ഒരു വെയിലേന അവിടെ. ഇവിടെ നല്ല പൊളി കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് നല്ല വെയിലുണ്ടാവും. കയറി താഴത്തേക്ക് എത്തുകയാണ്. ഇനി ഇവിടെ നമ്മുടെ വണ്ടി കയറിയാൽ ഈ വെള്ളത്തിന് ഇപ്പം എന്തോ ഒരു കലക്ക്. നേരത്തെ തെളിവെള്ളമായിരുന്നല്ലോ. ഓ മൈ ഗോഡ്. അവിടെ കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ഈശ്വരനാണ്. നന്നായി അങ്ങനെ പോയതൊന്നേ. ഇല്ല ഇവിടെ വരെ വന്നില്ല നല്ല ഭാഗ്യം. നമ്മളവിടെ ഓര് വന്നിടണം. ഭയങ്കര പ്രാർത്ഥന പ്രായമുള്ള ആൾക്കാരില്ലേ. ആ അതെ. നമ്മുടെ ഈ കുടജാത്രി മൂകാംബിക യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മൂകാംബികയിലേക്ക് വന്ന് തൊഴുത് ആ വൈക്കിന് കുടജാത്രയിലേക്ക് വരാൻ വിചാരിക്കുന്നവർ ഇവിടെ എത്തിയിട്ടൊരു 1 ഡേ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കുടജാത്രയിലേക്ക് വരിക. അതിന് ശേഷം റിട്ടേൺ വന്നതിന് ശേഷം മൂകാംബിക പോയി തൊഴുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഏർലി മോർണിംഗ് ആകുമ്പോൾ നമുക്ക് അധികം ചൂടോ ഈ വെയിലിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു തണുപ്പായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ കണക്കാക്കി ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വലിയ ബിഗ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ ഫ്രം ബെഹൻസ്കോഡ്. ലവ് യു ഓൾ.